പുതുവർഷത്തിൽ പൊതുജനത്തിന് ഇരുട്ടടി. വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷൻ. ജനുവരി മുതൽ 19 പൈസ നൽകണം. നിലവിൽ 10 പൈസ നൽകി വന്നത് വർദ്ധിപ്പിച്ചത് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയ അധിക ചെലവ് നൽകാനെന്നും വിശദീകരണം. വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, വൈദ്യുതി നിരക്ക് അടുത്ത കാലത്താണ് അതിൽ വർധനവുണ്ടായത്. പക്ഷേ വീണ്ടും വൈദ്യുതി നിരക്ക് കൂടുന്നു എന്നുള്ളതാണ്. അതായത് സർചാർജ് കൂട്ടാനാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ. വിനോദ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പുതുവത്സരം പിറന്നിരിക്കുന്നു. ഈ പുതുവർഷം പിറന്ന ദിവസത്തിന് തൊട്ട് തലേന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അതായത് ഇനിയിപ്പോൾ ഈ വർഷം മുതൽ, ഈ മാസം മുതൽ കറണ്ട് ചാർജ് അടയ്ക്കുമ്പോൾ അധികമായി പോക്കറ്റിൽ നിന്ന് കാശ് നൽകേണ്ടതായി വരും. അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്നതായിരിക്കില്ല ഇനി ഈ ബില്ല് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മാസം മുതൽ 19 പൈസ കൂടി അധികമായി യൂണിറ്റിന് നൽകേണ്ടി വരും. നിലവിൽ 10 പൈസ നൽകിക്കൊണ്ടിരുന്നിടത്തു നിന്നാണ് 19 പൈസയിലേക്ക് ഈ വർധന ഉണ്ടായിട്ടുള്ളത്. അതായത് സർചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടൊരു നിരക്ക് വർധന എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നും പിന്നീട് അറിയിപ്പായി KSEBയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർചാർജ് കൂടി കൂട്ടുന്നു എന്നുള്ളൊരു അറിയിപ്പ് സർക്കാരിന്റെയും ഒപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കറണ്ട് വാങ്ങുന്നുണ്ട്. വൈദ്യുതി വാങ്ങുന്ന സാഹചര്യത്തിൽ ഇതിനടക്കം നൽകേണ്ട തുകയായി ഈ സർചാർജ് വർധന എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ VPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ ഈ നിരക്ക് വർധന ബാധകമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സർചാർജ് കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ വലിയ രീതിയിലുള്ള ഇരുട്ടടിയിലേക്ക് സർക്കാർ തള്ളിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ജനുവരിയിൽ സ്വന്തം നിലയിൽ യൂണിറ്റിന് 10 പൈസ വർദ്ധിപ്പിച്ച് ഈടാക്കാൻ KSEB തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ നവംബർ മാസം വൈദ്യുതി വാങ്ങിയതിലെ 17.79 കോടി രൂപ പിരിച്ചെടുക്കാനാണ് ഈ നിരക്ക് വർധന എന്നുള്ളതായിരുന്നു വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ഈ മാസം മുതൽ സർചാർജ് കൂടി വർദ്ധിപ്പിക്കുന്നത്. യൂണിറ്റിന് 19 പൈസ വരെ വർദ്ധിക്കുന്നത്. വൈദ്യുതിക്ക് യൂണിറ്റിന് 16 പൈസ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു പക്ഷേ ഒരു സാധാരണ കുടുംബത്തിലേക്ക് യൂണിറ്റ് വർധന ഉണ്ടാകുന്ന വീടുകളിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിൽ സാധാരണക്കാരുടെ മാസ വരുമാനത്തെയും ഒപ്പം തന്നെ അവരുടെ മാസ ബജറ്റിനെയൊക്കെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും പുതുവർഷം പിറന്ന ദിവസം തന്നെയാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഈ ഒരു തീരുമാനം. ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം, KSRTCയിലെ ക്ഷേമ പെൻഷനും ഒപ്പം തന്നെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതേ ജീവനക്കാർക്കും അതേ സാധാരണ പൊതുജനങ്ങൾക്ക് മേൽ ഇത്തരത്തിലൊരു സർചാർജിലൂടെ അധിക ഇരുട്ടടി ഇപ്പോൾ ഉണ്ടാകുന്നത്. വിനോദ്, വൈദ്യുതി നിരക്കിലാണ് സർചാർജിൽ വർധനവ് വരുത്തിയിരിക്കുന്നത്. അതുമൂലം അത് പുതുവർഷത്തിൽ ജനങ്ങൾക്ക് അത് ഇരുട്ടടിയായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ശാലിനി പങ്കുവച്ചത്.